ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ കാലത്തെ ഓട്ടപ്പാച്ചിൽ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു 6 മണി 6:15 സമയം. നമ്മുടെ അമ്പിളിയമ്മാവൻ എന്തോ ആകാശത്ത് നിന്ന് പോകാൻ നേരം വെളുത്തിട്ടും പോകാൻ ഒരു മടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചം വീണ് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റൊക്കെ കാണുന്നത്. പിന്നെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ എണീറ്റിട്ടുണ്ട്. ലൈറ്റ് കണ്ടില്ലേ? പിന്നെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങാം. അപ്പോൾ കുറച്ച് നാളായി ചുമ. അപ്പോൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും ചുമയൊന്നും മാറുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആവി പിടിച്ച ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആവി പിടിക്കാം ഫസ്റ്റിൽ. പിന്നെതാ ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ചോറൊക്കെ വയ്ക്കുക. ഇത് റേഷനരി കേട്ടോ. റേഷനരി ആണെങ്കിലും നമ്മൾ പാക്കറ്റിൽ കടയിൽ നിന്ന് വാങ്ങുന്ന മട്ടരി ഇല്ലേ, ഇത് തമ്മിൽ വലിയ വ്യത്യാസം തോന്നാറൊന്നുമില്ല കേട്ടോ. നല്ല പോലെ കഴുകി. ഇപ്പം പണ്ടൊക്കെ ഇതിൽ കറുത്ത മണികളുണ്ടാവും അരിയിൽ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം അടിപൊളി അരിയാണ് വരുന്നത്. ഇങ്ങനെ ഒരു 3-5 പ്രാവശ്യം കഴുകി നമുക്കിങ്ങനെ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അരി നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്നലെ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ചക്കയാണ്. ഇതിനെ നമുക്കൊന്ന് പൊളിച്ച് പറിച്ച് ചോളയൊക്കെ എടുത്ത് ഒരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ചക്ക കൂട്ടാൻ ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ കായുപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലർക്കും പലതരം കേട്ടോ. വീട്ടിലൊരു 5 ആളുണ്ടെങ്കിൽ 5 ആൾക്ക് 5 തരമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണോ? അതെ, കായയുടെ കടയും തലയും മാത്രം അരിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടൊന്നും കളയുന്നില്ല കേട്ടോ. നമ്മൾ ഇത് തൊണ്ടൊക്കെ നന്നായി വേവും. നമ്മൾ മറ്റേ കായത്തൊലിയും പയറും മാത്രം ഉപ്പേരിക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമത്. അപ്പോൾ കറുത്ത പാടുള്ള തൊലികൾ മാത്രം ഞാനിങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ സുഡൂന് സ്കൂളിലേക്ക് കായ ഇഷ്ടമല്ല. അപ്പോൾ അവന് ഇനി വേറെ പരിപ്പും വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി കൊടുക്കണം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ എന്ത് കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടും തോന്നില്ല. നമുക്കത് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? അടുക്കള പണി ചെയ്യാൻ മടിയുള്ള ഒരുപാട് പേരുണ്ടാവും. ചില സമയത്ത് എനിക്കും മടിയാണ്. പക്ഷെ നമ്മൾ അതിനോടൊരു ഇഷ്ടം വെച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ പണി അങ്ങോട്ട് കഴിയും. പിന്നെ കായേനെ നമ്മൾ 4 നുറുക്കി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കായനെ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി സുടുക്കുന്ന സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അവന് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് കുത്തി കാച്ചിയത്. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. സമയം കായ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേവ് ആവുന്നതേ ഉള്ളൂ. പരിപ്പിനെ നമ്മളതേ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ വെള്ളം മാത്രം വെച്ചിട്ടാട്ടോ വെച്ചേക്ക്. എന്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പരിപ്പ് ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ കായ ഇവിടെ റെഡി ആയിട്ട് വെന്ത് നല്ല പോലെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് അവന് സ്കൂളിലേക്ക് ഒരു വറവ് കൊടുത്തേക്കണം. അപ്പോൾ പപ്പടം അല്ലെങ്കിൽ വല്ല സ്കൂളിൽ നോൺ പാടില്ല കേട്ടോ. അപ്പോൾ സോയ അങ്ങനെ എന്തെങ്കിലും ഡെയിലി കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ സോയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സോയയുടെ വീഡിയോ ഒക്കെ ഞാൻ മുന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്നും കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ കൂട്ടാൻ കാച്ചാനായിട്ട് ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത് വേപ്പിലയില്ല. അപ്പോൾ നേരെ ഓടിച്ചാടി ടെറസിൻ്റെ മേളിൽ കയറി വേപ്പില പൊട്ടിക്കുക. നേരൊക്കെ പരപരാ വെളുത്ത് തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ പാടമൊക്കെ കാണാം. കണ്ടില്ലേ? ഇതൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. എന്നാലും ചുമ്മാ കാണിച്ചതാട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വേപ്പില പൊട്ടിക്കാം. പക്ഷേ ടെറസിൻ്റെ സൈഡൊന്നും കെട്ടാത്ത തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണ്ട പൊട്ടിക്കാനായിട്ട്. ഒരു 2 തണ്ട് വേപ്പില പൊട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വേഗം ഓടിപ്പോവാം. കാലത്ത് എത്ര നേരത്തെ എണീറ്റാലും പടപടാന്ന് പറഞ്ഞിട്ട് സമയം പോവും.
പിന്നെ ദേ നമ്മൾ വേപ്പിലയും നന്നാക്കി വെച്ച ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തതാട്ടോ. അപ്പോൾ കുഞ്ഞുരലിട്ട് ചതച്ചെടുത്താലും മതി. ഇതിനൊക്കെ നമ്മുടെ കൂട്ടാൻ കാച്ചാം. ഇത് കൂട്ടാനൊക്കെ ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. കൂട്ടാനൊക്കെ എല്ലാവർക്കും കാച്ചാൻ അറിയാമല്ലോ. അപ്പോൾ ലെങ്ത്ത് കൊണ്ടുവന്ന് എഴുതിയിട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇത് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് റെഡിയായി. പിന്നെ ഇത് സോയ വെന്തപ്പോൾ സോയനെ നമ്മൾ വെള്ളം വലാനായിട്ട് ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സോയ ഫ്രൈ ആക്കാൻ വെച്ചു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ നമ്മുടെ സോയ ഫ്രൈൻ്റെ ലിങ്ക്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം, അഭിപ്രായം പറയാം, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സുഡുവിൻ്റെ ടീച്ചറൊക്കെ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും ഈ സോയ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ചിലർക്ക് ചോറ് വയ്ക്കുന്നതൊന്നും ഇഷ്ടമില്ല, അങ്ങനെ എന്താ വെള്ളം പിഴിഞ്ഞിരിക്കുന്നതൊക്കെ പറയും. പക്ഷേ ഞാനിവിടെ വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. വിസിൽ മാറുമ്പോഴേക്കും ഉപ്പും കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് മാറ്റും. പിന്നെ ഇവിടെ ഡെയിലി കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കും കേട്ടോ. ആര് കുടിച്ചാലില്ലെങ്കിലും ഓരോ പൊണി കഞ്ഞിവെള്ളം മാറ്റിക്കും. കണ്ട ചോറ് നമ്മുടെ അരിപ്പക്കലത്തിൽ ഊറ്റാൻ വെച്ച് കഴിഞ്ഞാൽ ചോറ് കയ്യിലുണ്ട്. ചോറ് ഊട്ടിന കൊട്ടയില്ലേ, അതുകൊണ്ട് ഊട്ടിന സമയം ലാഭിക്കാം. പിന്നെ അടുപ്പൊക്കെ ബിസിയായ കാരണം നമ്മൾ ചൂടുവെള്ളം മുറ്റത്താണ് വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണം കേട്ടോ. പിന്നെ സുഡുവിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോരോ പണികൾ ചെയ്യും കേട്ടോ. സുഡുവിൻ്റെ ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. അവന് ലഞ്ചും സ്നാക്സ് വെള്ളം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ബാഗ് കൊണ്ടുവയ്ക്കും. പിന്നെ അവനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുക്കാനിരിക്കും. ആൾ തന്നെ ഭക്ഷണം കഴിച്ചോളും. അപ്പോൾ പലഹാരം ഉണ്ടെങ്കിൽ പലഹാരം, അല്ലാന്നുണ്ടെങ്കിൽ ചോറാണെന്നുണ്ടെങ്കിൽ ചോറ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയപ്പോൾ അതാ കുറച്ച് ചക്ക ഉപ്പേരി വയ്ക്കാനായിട്ട് അരിഞ്ഞ് ഉപ്പും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ വിട്ട് ചെറിയൊരു ക്ലീനിങ്ങിന് ശേഷം കുടിവെള്ളം കഴിഞ്ഞു. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് കഴിക്കുക. അപ്പോൾ തിളപ്പിച്ച വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുമ കാരണം ഇഞ്ചി കുരുമുളക് ഇട്ടിട്ട് ഒരു ചായ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റായിട്ടത്. അപ്പോൾ ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ ചിലർക്ക് കാപ്പി പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചായ ആക്കി കഴിഞ്ഞാലും നല്ല തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ. പിന്നെ മിക്കപ്പോഴും കാലത്ത് ഇങ്ങനെ ഒരു ചായയാണ് ഉണ്ടാക്കി കഴിക്കാം. നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. നൈസായിട്ട് ചായപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ തിളയ്ക്കുക. പിന്നെ പഞ്ചസാര ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചക്കക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂട്ടാനും കട്ടൻ ചായയും കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ കാലത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണിത്, ചക്കക്കൂട്ടാനും കട്ടൻ ചായയും. അതുപോലെ തന്നെ ചക്കക്കൂട്ടാനും കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈഡിലൊരു നല്ല കട്ടി തൈരോ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.